നമസ്കാരം എല്ലാവർക്കും ഷെർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഈ അച്ചാർ കണ്ടിട്ട് വായിൽ ഒന്ന് വെള്ളം നിറയാത്തവരായി ആരും ഉണ്ടാവില്ല. ഇതാണ് അച്ചാറിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്. വായിൽ എന്തായാലും ഒരു പുളിരസം നമുക്ക് വന്നു ചേരും. സദ്യക്കാണെങ്കിലും കല്യാണ സദ്യക്കാണെങ്കിലും ഒക്കെ ഈ മാങ്ങാച്ചാർ വളരെ നിർബന്ധമാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാം. പ്രാദേശികമായ രുചിഭേദങ്ങൾ ഒരുപാടുണ്ട്. എന്നാലും ഓണത്തിന് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്ന ഒരു മാങ്ങാച്ചാറാണിത്. അപ്പോൾ വേഗം നമുക്ക് മാങ്ങാച്ചാർ പ്രിപ്പയർ ചെയ്യാൻ പോകാം. അതിനു മുമ്പ് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം. പിന്നീട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ചെറിയൊരു ഫാമിലിക്കൊക്കെ ഈ 2 മാങ്ങ കൊണ്ടുള്ള അച്ചാർ മതിയാവും. ഒരുപാട് നാളത്തേക്ക് ഇത് ഇട്ട് വെക്കുന്നില്ല. അതുകൊണ്ടാണ് 2 മാങ്ങ നല്ലതുപോലെ കഴുകി തുടച്ച് വെച്ചിരിക്കുന്നതാണ്. നല്ല നനവില്ലാത്ത തുണി കൊണ്ട് തന്നെ നമ്മൾ തുടച്ച് വൃത്തിയാക്കി എടുക്കണം. അച്ചാറിന് ഒട്ടും നനവ് പാടില്ല. അച്ചാറിന് വേണ്ടി ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 3 പീസ് വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇവിടെ മാങ്ങയുടെ ആ പച്ചത്തൊലി കളഞ്ഞിട്ടില്ല. അതോടുകൂടി തന്നെയാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി അതൊന്ന് നല്ലതുപോലെ ഒരുപോലെ മാങ്ങ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വലുതുമല്ല, ഒരുപാട് ചെറുതുമല്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ അരിഞ്ഞെടുക്കാവുന്നതാണ്. നമ്മൾ മാങ്ങ അരിഞ്ഞു വെക്കുന്ന പാത്രങ്ങളിലൊന്നും വെള്ളം പാടില്ല. ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂണിൽ കൂടുതലുണ്ടിത്. കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ നമുക്ക് വീണ്ടും വേണ്ടി വരും. അതുകൊണ്ട് ഒരു കണക്കൊന്നും ഇപ്പോൾ ആവശ്യമില്ല. ഈ ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ച് മാറ്റി വെക്കാം. ഒരു അരമണിക്കൂർ എന്തായാലും മിനിമം ഇരിക്കണം. അരമണിക്കൂറിൽ കൂടുതൽ ഇരുന്നാലും കുഴപ്പമില്ല. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. മാക്സിമം ഒരു മണിക്കൂർ മതി. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് അച്ചാർ പ്രിപ്പയർ ചെയ്തെടുക്കാം. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മാങ്ങയിൽ ഉപ്പൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അച്ചാറുകൾ തയ്യാറാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അത് പൂത്തുപോകാതിരിക്കാനും അതിൻ്റെ ടേസ്റ്റിനും പണ്ട് മുതലേ അങ്ങനെയാണ് ആൾക്കാർ ചെയ്യുന്നത്. വേറെ എണ്ണകൾ യൂസ് ചെയ്യാൻ പാടില്ല. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ ഇപ്പോൾ ഇവിടെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇപ്പോൾ എണ്ണയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളിയൊക്കെ നമ്മൾ വഴറ്റുമ്പോൾ ഒരുപാട് അങ്ങ് ഗോൾഡൻ കളർ ആവണ്ട. പച്ചമുളകും ചേർക്കണം കേട്ടോ. അത് പറയാൻ ഞാൻ മറന്നു തോന്നുന്നു. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വന്നു തുടങ്ങിയാൽ മതി. ഇപ്പോൾ അതങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പൊടികൾ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഗ്യാസിൻ്റെ ഫ്ലെയിം നമ്മൾ ഉറപ്പായിട്ടും അങ്ങ് ഓഫ് ചെയ്യണം. എങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പം 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ വരെ ആകാം, കുഴപ്പമില്ല. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ് ചേർക്കുന്നത്. ഇനി ഇത് കടുക് പൊടിച്ചതാണ്. അത് ഒരു ടീസ്പൂണോളമുണ്ട്. ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് കടുക് ഇട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുത്താൽ കടുക് പൊടിയായി. ഇത് കായപ്പൊടിയാണ്. ഇതും ഏകദേശം ഒരു ടീസ്പൂണോളമുണ്ട്. കായപ്പൊടിയൊക്കെ നമ്മളിപ്പോൾ കുറച്ച് ചേർത്താൽ മതി. ഇനി അച്ചാറായതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ വേണമെന്ന് തോന്നുവാണെങ്കിൽ അപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഗ്യാസിൻ്റെ ഫ്ലെയിം ഞാൻ ഓണാക്കിയില്ല. പാനിൻ്റെ ചൂടിൽ തന്നെയാണ് ഇപ്പം ഈ മുളക് പൊടിയെല്ലാം നമ്മൾ വഴറ്റിയെടുക്കുന്നത്. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനീഗറാണ്. ഒരു ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം വിനീഗറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ യൂസ് ചെയ്ത മാങ്ങയ്ക്ക് അധികം പുളിയില്ലായിരുന്നു. നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെ മാങ്ങയുടെ പുളി അനുസരിച്ച് ചേർത്താൽ മതി. ഇവിടെ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മാങ്ങയാണ്. മാങ്ങ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഗ്യാസിൻ്റെ ഫ്ലെയിം നമുക്കൊന്ന് തീരെ അങ്ങ് കുറച്ച് വെക്കാം. ഒരുപാട് തീയിലിട്ടിട്ട് മാങ്ങ നമ്മൾ മിക്സ് ചെയ്യുവാണെങ്കിൽ മാങ്ങ വല്ലാണ്ട് അങ്ങ് കുക്കായി പോകും. ഇനി നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങയിലേക്ക് ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം ആ വെള്ളമൊക്കെ ഇങ്ങനെ ഊറി വന്നിട്ടുണ്ട്. നമുക്കതും കൂടി ഈ അച്ചാറിൻ്റെ കൂടെ തന്നെ ചേർക്കാം. 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് മാത്രം ഈ ചെറു തീയിൽ മാങ്ങ ഒന്ന് ഈ പൊടികളുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാങ്ങ വല്ലാണ്ട് അങ്ങ് കുക്കായി പോകും. എനിക്കങ്ങനെ അത്രയ്ക്ക് മാങ്ങ കുക്കാവുന്നത് ഇഷ്ടമല്ല. ഇനി മാങ്ങ നല്ല സോഫ്റ്റായിട്ട് വേണമെന്നുള്ളവർക്ക് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് 1-2 മിനിറ്റ് കുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു, നല്ലതുപോലെ മിക്സ് ചെയ്തു. ഇതിൻ്റെ ടേസ്റ്റ് ഞാനിപ്പോൾ ഒന്ന് നോക്കി.
അപ്പോൾ ഒരല്പം ഉപ്പും കുറച്ച് വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പൊന്നിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. അതുകൂടാതെ ഇതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ കുറച്ചും കൂടി ബൾക്കായിട്ടാണ് മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതെങ്കിൽ ഇത്രയും എണ്ണ പോരാ. അപ്പോൾ നിങ്ങൾ ഒരു പാത്രത്തിലേക്ക് ഇതെല്ലാം മാറ്റിയതിന് ശേഷം കുറച്ച് നല്ലെണ്ണ ചൂടാക്കി കുപ്പിയുടെ മുകളിലേക്കും നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അച്ചാർ പൂത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പം കുറച്ചൊരു ക്വാണ്ടിറ്റി മാത്രമല്ലേ ഉണ്ടാക്കിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എണ്ണ മാത്രം യൂസ് ചെയ്തത്. അപ്പം നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. നല്ല ടേസ്റ്റുണ്ട്. ഒട്ടും വെള്ളമയമില്ലാത്ത ഒരു കുപ്പിയിലേക്ക് നമുക്കിത് മാറ്റാം. ഈ മാങ്ങ അച്ചാർ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പം മറ്റൊരു ഓണം സീരീസിലെ ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.